ചുരുളഴിയാത്ത ഒട്ടേറെ രഹസ്യങ്ങളുടെ കലവറയാണല്ലോ നമ്മുടെ ഈ കൊച്ചുഭൂമി. എന്നാൽ കാലക്രമേണ ഇത്തരത്തിലുള്ള രഹസ്യങ്ങളിൽ പലതും ചുരുളഴിയുമെങ്കിലും എത്ര ശ്രമിച്ചിട്ടും ഇന്നും ചുരുളഴിയാത്ത ചില നിഗൂഢമായ സ്ഥലങ്ങളെയും ഒരിക്കലും തുറക്കാൻ പാടില്ലാത്ത ചില രഹസ്യവാതിലുകളെയുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രഹസ്യാറാം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. പ്രാദേശിക ഐതിഹ്യങ്ങൾ അനുസരിച്ച് തിരുവിതാംകൂർ രാജാക്കന്മാർ തങ്ങളുടെ സമ്പത്ത് ക്ഷേത്രത്തിന്റെ മതിലുകൾക്കും നിലവറകൾക്കും ഇടയിൽ ഒളിപ്പിച്ചിരുന്നു അത്രേ. അവസാനത്തെ രാജാവിന് ശേഷമുള്ള തിരുവിതാംകൂറിലെ ഭരണാധികാരി സംസ്ഥാന സർക്കാരാണെന്നും ക്ഷേത്രം രാജാവിന്റെ അനന്തരാവകാശികൾക്ക് കൈമാറാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ അത് സർക്കാർ ഏറ്റെടുക്കണമെന്നും 2011 ജനുവരിയിൽ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ക്ഷേത്രത്തിലെ വിവിധ നിലവറകളിലുള്ള അമൂല്യനിധികളുടെ കണക്കെടുക്കാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടെയായിരുന്നു ഈ ക്ഷേത്രം ലോകശ്രദ്ധ ആകർഷിച്ചത്. അങ്ങനെ അഡ്വക്കേറ്റ് TP സുന്ദരാജനും സംഘവും 6 നിലവറകളിലെ 5 നിലവറകളും തുറന്നു. കിരീടങ്ങൾ, ആയുധങ്ങൾ, വജ്രസഞ്ചികൾ, മാണിക്യങ്ങൾ, സ്വർണ്ണ പ്രതിമകൾ, സ്വർണത്തിൽ നിർമ്മിച്ച പാത്രങ്ങൾ, സ്വർണ്ണ ആനകൾ, സ്വർണ്ണ നാണയങ്ങൾ, ആഭരണങ്ങൾ പതിച്ച സ്വർണ്ണ തേങ്ങകൾ എന്നിവയൊക്കെ ആ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. 73,69,950 കോടി വിലപിടിപ്പുള്ള വസ്തുവകകളാണ് അന്ന് കണ്ടെത്തിയിരുന്നത്. എന്നിരുന്നാലും അവസാന നിലവറ തുറക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അതിന്റെ വാതിലിലുള്ള വലിയ സർപ്പരൂപം വലിയ ഭീതിയാണ് പടർത്തിയത്. അവസാന വാതിൽ തുറക്കുന്നത് ഗുരുതരമായ നിർഭാഗ്യമുണ്ടാക്കുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ 6ാമത്തെ അറ തുറക്കുന്നത് അസാധ്യമാണെന്ന നിലയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അതിനുശേഷം നിലവറ തുറക്കാനുള്ള ധൈര്യം ആരും കാണിച്ചിട്ടില്ല. താജ്മഹലിലെ രഹസ്യ അറകൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ താജ്മഹൽ. പ്രതിവർഷം 80 ലക്ഷം ആളുകൾ സന്ദർശിക്കുന്ന ഈ പ്രണയ കുടീരത്തിൽ ആളുകൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് വിനോദസഞ്ചാരികൾ പലപ്പോഴും സന്ദർശിക്കുന്ന പ്രദേശങ്ങൾക്ക് താഴെയായി മാർബിൾ കമാനങ്ങൾക്ക് പിന്നിൽ പ്രവേശന കവാടമുള്ള ഒരു പ്രദേശമുണ്ട്. ഈ നിലയിൽ 22 മുറികൾ ആർക്കും പ്രവേശനം നൽകാതെ പൂട്ടിയിട്ടിരിക്കുന്നതായി നമുക്ക് കാണാം. ഈ മുദ്ര വെച്ച് പൂട്ടിയ സ്ഥലങ്ങളിൽ എന്താണ് മറഞ്ഞിരിക്കുന്നത്? ഈ രഹസ്യത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഈ പ്രദേശങ്ങൾ തിടുക്കത്തിൽ നിർമ്മിച്ചതാണെന്നും താജ്മഹലിന്റെ മറ്റുള്ള പ്രദേശങ്ങൾ പോലെ ആഡംബരവും ഭംഗിയുള്ളതുമല്ല ഇത് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. മറ്റൊരു സിദ്ധാന്തം അനുസരിച്ച് താജ്മഹലിന്റെ പൂട്ടിയിരിക്കുന്ന പ്രദേശങ്ങൾ യഥാർത്ഥത്തിൽ മുംതാസ് മഹലാണത്രേ. അതായത് ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മൃതദേഹം രഹസ്യമായി മമ്മി ചെയ്ത് വച്ചിരിക്കുന്ന പ്രദേശമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ അദ്ദേഹം ആ സ്ഥലം ആർക്കും പ്രവേശനം നൽകാതെ സീൽ ചെയ്തു എന്നും പറയപ്പെടുന്നു. താജ്മഹലിലെ ആ രഹസ്യ അറകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ഒരിക്കലും തുറക്കാൻ കഴിയാത്ത വാതിലുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ കാൽ പോലും കുത്താൻ കഴിയാത്ത ഒരു നിഗൂഢമായ സ്ഥലത്തെ കുറിച്ചാണ്. ആ സ്ഥലത്തിന്റെ പേരാണ് ഏരിയ 51. അമേരിക്കയിലെ നെവാദയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഹെക്ടറുകളോളം മരുഭൂമി പോലെ കിടക്കുന്ന ഈ പ്രദേശത്ത് എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല എന്നതാണ് സത്യം. അമേരിക്കയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മിലിറ്ററി മേഖലയായാണ് ഏരിയ 51നെ കാണുന്നത്. പലപ്പോഴും US-ലെ തന്നെ മക്കാറൻ വിമാനത്താവളത്തിൽ നിന്നും ചുവന്ന വരെയുള്ള ചില വിമാനങ്ങൾ പറന്നുയരും അത്രേ. ഈ വിമാനങ്ങൾ വരുന്നതിൻ്റെയോ പറന്നുയരുന്നതിൻ്റെയോ അറിയിപ്പ് യാത്രക്കാർക്ക് ഒരിക്കലും ലഭിക്കാറില്ല. ഏരിയ 51ലേക്കാണ് ഈ ചുവപ്പ് വരയൻ വിമാനങ്ങളുടെ സഞ്ചാരം എന്നാണ് ചിലരുടെ വിശ്വാസം. വിമാനങ്ങളുടെയും ഡ്രോണുകളുടെയും പരീക്ഷണ പറക്കലിനാണ് ഈ പ്രദേശം ഉപയോഗിക്കുന്നതെന്നും മനുഷ്യവാസം കുറഞ്ഞ ഒറ്റ പ്രദേശമായതിനാലാണ് ഇത്തരമൊരു പ്രദേശത്തെ തിരഞ്ഞെടുത്തതെന്നുമാണ് അമേരിക്ക പറയുന്നത്. അമേരിക്ക പിടിച്ചുവെച്ച പറക്കും തളികകളും അന്യഗ്രഹ ജീവികളും ഇവിടെയാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇതിന്റെയൊക്കെ പുറമെ അമേരിക്ക ചന്ദ്രനിൽ ഇറങ്ങിയത് ഏരിയ 51ൽ ചിത്രീകരിച്ച നാടകമാണെന്ന് കരുതുന്നവരും ഇപ്പോഴുണ്ട്. പൊതുജനങ്ങളെ ഈ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല എന്നതാണ് മറ്റൊരു സത്യം. കേട്ടുകേൾവി വെച്ച് അവിടേക്ക് പോയാൽ പിന്നെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ടി